ഇസ്ലാമിക ഇന്ത്യ വരണം എന്ന് ആഗ്രഹിച്ച, കാലിഫൈറ്റ് ഇന്ത്യ വരണം എന്ന് ആഗ്രഹിച്ച ഈ നേതാക്കളും ഇതിൻ്റെ സീനിയർ പ്രവർത്തകരും എന്തൊക്കെയാണ് ഈ തിഹാർ ജയിലിലും ദാസ്ന ജയിലിലും അവിടെ അവർ നടത്തിക്കൊണ്ടേ? കാരണം ഇത്രയും നാളായില്ല ഒരു ജയിലിലാണല്ലോ. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഓരോ ജയിലുകളിലും ഈ ജയിൽ ഇൻമേറ്റ്സിൻ്റെ വെൽഫെയർ ഓഫീസേഴ്സ് ഉണ്ട്. ഇവരുടെ ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ളവരാണ്. പിന്നെ ഇവർക്ക് ഒത്തിരി ട്രെയിനിങ് മോഡ്യൂൾസൊക്കെ ഉണ്ട് ഈ ഇൻമേറ്റ്സിനെ നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി NIA ഒരു മാനുവൽ തയ്യാറാക്കിയിട്ട് സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഡീറാഡിക്കലൈസേഷൻ, അതായത് ഇസ്ലാമിക ഡീറാഡിക്കലൈസേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കോഴ്സും ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ഇതൊരു ഭാഗത്തുണ്ട്. വേറെ ഭാഗത്ത് കിരൺ ബേഡി തിഹാർ ജയിലിൻ്റെ DG ആയിരുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമുണ്ട്. ജയിലിനകത്ത് ഇൻമേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കാൻ വിപാസന എന്നും പറയുന്ന ഈ ബുദ്ധിസ്റ്റ് രീതിയിലുള്ള മെഡിറ്റേഷനാണ് ഈ സംഭവം. അതൊരു ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് യോഗയുണ്ട്, അത് ഇന്ത്യൻ രീതിയിലുള്ള മെഡിറ്റേഷൻ, അതായത് അവരുടെ മനസ്സും ഇതൊക്കെ മാറ്റിയെടുക്കാൻ